ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവരോട് ബന്ധപ്പെടുന്നത് ബൈബിൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. അത്തരം തെറ്റായ ആത്മീയതകളെ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, യാതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്ന് ബൈബിൾ പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുമായും മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരുമായും ആശയവിനിമയവും പരസ്പര സഹായവും ഒക്കെ സാധ്യമാണ് എന്ന തരത്തിലുള്ള വിശ്വാസമാണ് മൃതസന്ദേശ വിദ്യയുടെ അടിസ്ഥാന തത്വം. അതാണ് പ്രേത സമ്പർക്കം, സ്പിരിറ്റിസം എന്നൊക്കെ നാം വിളിക്കുന്നത്. അതിനാൽ ഈ തത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ പ്രേത സമ്പർക്കം അഥവാ സ്പിരിറ്റിസമാണ്. ഏത് സഭയുമാകട്ടെ, ഏത് മതവുമാകട്ടെ, ഏത് പ്രത്യയശാസ്ത്രവുമാകട്ടെ, മരിച്ചുപോയ മനുഷ്യരോടുള്ള ബന്ധം വളരെ ഗുരുതരമായ ആത്മീയ വഞ്ചനയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് സത്യം. ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവരോട് ബന്ധപ്പെടുന്നത് സ്പിരിറ്റിസം എന്ന ഒരു മന്ത്രവാദ ബ്രാഞ്ചാണ്. മന്ത്രവാദത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെപ്പറ്റി ചുരുക്കമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പുരാതന സംസ്കാരങ്ങളിൽ കാണുന്ന പൂർവികന്മാരെ ആരാധിക്കുന്ന പതിവ് അഥവാ അൻസെസ്റ്റർ വർഷിപ്പ്, മരിച്ച വ്യക്തികളുടെ ആത്മാക്കളുമായി ബന്ധപ്പെടാം എന്ന വാദം അഥവാ സ്പിരിറ്റിസം, മരിച്ചവരോട് ബന്ധപ്പെടുന്ന വിദ്യ അഥവാ നെക്രോമാൻസി, പ്രേതങ്ങളോട് സംസാരിക്കാൻ സഹായിക്കുന്നയാൾ മീഡിയംസ്, പ്രേതങ്ങളോട് സംസാരിക്കാൻ സഹായിക്കുന്ന ദുരാത്മാക്കൾ ഫമിലിയർ സ്പിരിറ്റ്സ്, മന്ത്രവാദം, സോർസറി, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നതും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതും, ഡിവൈനേഷൻ മുതലായ എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാവി കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യന് സ്വാഭാവികമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യാതീത ശക്തികളുടെ സഹായത്തോടെ അറിയുവാനുള്ള ശ്രമമാണ് ഡിവൈനേഷൻ അഥവാ ഭാവി പ്രവചനം, ജ്യോതിഷം എന്നിവ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. ദൈവമല്ലാത്ത ആത്മാക്കളോടുള്ള മനുഷ്യൻ്റെ ഇത്തരം ബന്ധങ്ങളെല്ലാം അതിപുരാതന കാലം മുതലേ നിലനിന്നിരുന്നു. അടിസ്ഥാനപരമായി അവയെല്ലാം ഒന്നാണെങ്കിലും ഓരോ കാലഘട്ടത്തിലും അവ പല രൂപത്തിലും ഭാവത്തിലും നിലനിൽക്കുന്നതായി നാം കാണുന്നുണ്ട് ചരിത്രത്തിൽ. ഇവയ്ക്കെല്ലാം പൊതുവായി കാണുന്ന സ്വഭാവവിശേഷം അവ സത്യദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ആത്മീയ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ ഓരോ പ്രവൃത്തികളും തത്വങ്ങളും നിലവിൽ വന്നതും അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഇവയിലെല്ലാം ദുരാത്മാക്കളുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ കാരണത്താൽ ഇവയെല്ലാം പൊതുവിൽ മന്ത്രവാദം എന്ന് വിളിക്കുവാൻ കഴിയും. മന്ത്രവാദത്തിൽ മരണത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധം പുലർത്തുന്ന വിദ്യയിൽ മരണം മനുഷ്യൻ്റെ മാന്ത്രിക ശക്തിയെ വളർത്തുന്നു എന്നതാണ് അനുമാനം. മരണത്തോടെ പ്രവചനപരവും മധ്യസ്ഥപരവുമായ കഴിവുകൾ വർദ്ധിക്കുന്നു എന്ന ഒരു ധാരണയിൽ നിന്ന് മരിച്ചവരോട് ബന്ധപ്പെടുവാനുള്ള താല്പര്യം കൂടുന്നു. അതുകൊണ്ടാണ് മരിച്ചവരോട് പൊതുവേയും മരിച്ച ചില പ്രത്യേക വ്യക്തികളോടും അവരുടെ മൃതശരീരത്തോടും മൃതശരീര ഭാഗങ്ങളോടും ബന്ധപ്പെടുന്ന പതിവ് ഇന്നും ആത്മീയ കൂട്ടങ്ങളിൽ, സഭകളിൽ പോലും കാണുന്നത്. അത് വിജാതീയ മതങ്ങളിൽ വളരെ ശക്തമായിട്ട് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവ സഭകളിൽ പോലും അത് വെള്ളയടിച്ച് വൈറ്റ് വാഷ് ചെയ്ത് മോഡേണൈസ് ചെയ്ത്
വെളിപ്പെടുന്ന ഒരു സാഹചര്യം നാം കാണുന്നുണ്ട്. അതൊക്കെ വളരെ ഗൗരവത്തോടെ നാം കാണേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. അത്തരം അവസരങ്ങളിൽ അവർക്ക് പലതരം നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നതും സാധാരണമാണ്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മരിച്ചവരെ പ്രീതിപ്പെടുത്തി ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനായി അവരെ പ്രേരിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുക എന്നതാണ്. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ സൃഷ്ടികളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നത് മന്ത്രവാദമാണ്. അത്തരക്കാർ മന്ത്രവാദ ശക്തികൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ നമ്മൾ എത്രയേറെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ അടിസ്ഥാന ആത്മീയ യാഥാർത്ഥ്യങ്ങൾ, ദുരാത്മീയമായ യാഥാർത്ഥ്യങ്ങൾ അപ്രകാരം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവമല്ലാത്തവരെ ആശ്രയിക്കുന്നു. ബൈബിൾ പ്രകാരം മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുവാൻ ജീവിച്ചിരിക്കുന്നവർക്ക് സാധ്യമല്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി മരിച്ചുപോയവരോട് ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നവരെ ദുരാത്മാക്കൾ മരിച്ചുപോയ അതേ വ്യക്തികളുടെ രൂപത്തിലും സാദൃശ്യത്തിലും ശബ്ദാനുകരണത്തിലും വന്ന് വഞ്ചിക്കും എന്നുള്ളത് അനേക വ്യക്തികളുടെ, സമൂഹങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും അറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സ്പിരിറ്റിസം ഒരു തരം മന്ത്രവാദമാണ്. സ്പിരിറ്റിസത്തിലെ അടിസ്ഥാന വിശ്വാസങ്ങൾ ഏതാണ്ട് ഈ പ്രകാരമാണ്. പ്രപഞ്ചത്തിൽ അനന്തമായ ബുദ്ധിയുണ്ട്. പ്രപഞ്ചത്തിൽ നാം കാണുന്ന ഭൗതികവും ആത്മീകവുമായ പ്രതിഭാസങ്ങൾ ഈ ബുദ്ധിശക്തിയുടെ പ്രകടനങ്ങളാണ്. ഇത് ശരിയായി മനസ്സിലാക്കുകയും ഇതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ശരിയായ മതം. മനുഷ്യൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും മരണശേഷവും തുടരുന്നു. മനുഷ്യാത്മാവിന് സ്വയം നവീകരിക്കുവാനുള്ള അവസരം എന്നേക്കും ഉണ്ടായിരിക്കുമെന്ന് ഈ സ്പിരിറ്റിസക്കാർ തെറ്റായി വിശ്വസിക്കുന്നു. അത് അവരുടെ ഊഹമാണ്. അതുകൊണ്ട് മരിച്ചവരുമായി ആശയവിനിമയം നടത്താവുന്നതാണ് എന്ന് അത്തരം സ്പിരിറ്റിസക്കാർ വിശ്വസിക്കുന്നു. മരിച്ചവരോടുള്ള എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളും നാം സ്പിരിറ്റിസമായി കണക്കാക്കുവാൻ കഴിയും. ജീവനോടെ ഇരിക്കുന്നവരല്ലാത്ത വ്യക്തികളുമായി അല്ലെങ്കിൽ ആത്മാക്കളുമായി ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഉദ്ദേശത്തിനായി ബന്ധപ്പെടുന്നത് സ്പിരിറ്റിസമാണ്. സ്പിരിറ്റിസത്തിൽ ആത്മാക്കളെ ആരാധിക്കുന്നു. ആത്മലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പരിചയവും കഴിവുമുള്ള മധ്യവർത്തികൾ, അതായത് മധ്യസ്ഥർ, ക്രൈസ്തവ മേഖലകളിൽ, സമുദായ സഭകളിൽ അതിനെ ഇവർ മധ്യസ്ഥർ എന്നാണ് വിളിക്കുന്നത്. അവർ മുഖേന മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടുവാൻ കഴിയും എന്ന വിശ്വാസമാണ് വാസ്തവത്തിൽ സ്പിരിറ്റിസം. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായി ഒരു മധ്യവർത്തിയുടെ സഹായത്തോടെ ആശയവിനിമയം നടത്താൻ കഴിയും എന്നതാണ് സ്പിരിറ്റിസത്തിലെ ഏറ്റവും കാതലായ വിശ്വാസം. സ്പിരിറ്റിസത്തിൽ മരിച്ച വ്യക്തികളുടെ ആത്മാക്കളുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ വിദഗ്ധനായ ഒരു ഇടനിലക്കാരനെ, മധ്യസ്ഥനെ, ഒരു മീഡിയത്തെ ഉപയോഗിക്കുന്നു. ഭൗതിക ലോകവും ആത്മലോകവും തമ്മിൽ ബന്ധപ്പെടുത്തി കൊടുക്കുക എന്നതാണ് മധ്യവർത്തിയുടെ പ്രധാന പ്രവർത്തന ദൗത്യം. അത് ഇന്നത്തെ നമ്മുടെ സഭാ മണ്ഡലങ്ങളിലെ ആത്മീയ പ്രവണതകളോട് ചേർത്ത് വച്ച് നോക്കുമ്പോൾ വിശുദ്ധരോടുള്ള ഭക്തിയിലൂടെ പലരും സ്പിരിറ്റിസം എന്ന മന്ത്രവാദത്തിന് ഇരയാകുന്നു എന്ന് വ്യക്തമാകുന്നു. വിശുദ്ധരോടുള്ള ഭക്തി ആചരിക്കുന്നവർ, അവരോട് പ്രാർത്ഥിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ സ്പിരിറ്റിസത്തിൽ അകപ്പെട്ടു പോകുന്നു എന്നതിന് തെളിവായി ഒരു മറിയ ഭക്തൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഉദാഹരണം ഞാൻ പറയാം.
അത് ടോം സക്കറിയ ഇതാ നിൻ്റെ അന്മ എന്നുള്ള മാസികയിൽ 2003 ഡിസംബറിൽ 18-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഞാനതൊന്ന് വായിച്ച് കാണിപ്പിക്കാം. എന്നാൽ 1988 മാർച്ച് മാസം 4-ാം തീയതി ഞാൻ പങ്കെടുത്തിരുന്ന ഒരു കത്തോലിക്ക കരിസ്മാറ്റിക് ധ്യാനത്തിൽ വച്ച് രാത്രിയിൽ അവിടെയുള്ള ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എനിക്ക് യേശുക്രിസ്തു പ്രത്യക്ഷനായി എൻ്റെ നയനങ്ങൾ എൻ്റെ കർത്താവിനെ കണ്ടു. തുടർന്ന് പരിശുദ്ധ കന്യകാമറിയവും 2 ദൈവദൂതന്മാരും എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. നീലവസ്ത്രങ്ങൾ ധരിച്ചിരുന്ന അവർ ഇരുകരങ്ങളും ഉയർത്തി എന്നെ അനുഗ്രഹിച്ച് മറഞ്ഞു പോയത് ഇന്നലെ എന്ന പോലെ ഞാൻ ഓർക്കുന്നു. ഭക്ഷണത്തിന് മുമ്പ് മുറിയിലിരുന്ന് ഒരു ജപമാല ചൊല്ലുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. ധ്യാനത്തിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാഭിഷേകത്തിന് ശേഷമാണ് ആ പതിവ് ഞാൻ ആരംഭിച്ചത്. ഒരു ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു സിനിമാ തിയേറ്ററിലെ സ്ക്രീനിലെന്നവണ്ണം എൻ്റെ മുമ്പിലായി അതിഭയങ്കരനായ ഒരു ഉഗ്രസർപ്പം പ്രത്യക്ഷപ്പെട്ടു. അതിന് 3 തലയും ഓരോ തലയ്ക്കും ഒരു പുരുഷൻ്റെ കാൽ തുടയുടെ വണ്ണവും ഉണ്ടായിരുന്നു. അതിൻ്റെ 3 വായിൽ നിന്നും ഉഗ്രമായി തീ തുപ്പിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. തുടർന്ന് വീണ്ടും മറ്റൊരു സർപ്പം ഒറ്റത്തലയുള്ളത് അതിഭയങ്കരമായി തീ തുപ്പിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അതും മറഞ്ഞുപോയി. സാത്താൻ്റെ സാമ്രാജ്യം തകർക്കാനുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണതെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്പിരിറ്റ് ഇൻ ജീസസ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ ശുശ്രൂഷയുടെ ആരംഭം അന്നായിരുന്നു. അതേ മാസികയിൽ 21-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. 2001 നവംബർ മാസം മുതൽ 1.5 മാസത്തോളം ഞാൻ ഗൾഫിലായിരുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ദുബായിലെത്തി 2-ാം ദിവസം എനിക്കൊരനുഭവമുണ്ടായി. രാത്രി ഉറക്കത്തിൽ കുറേ സ്ത്രീ രൂപങ്ങൾ എൻ്റെ അടുത്ത് വരുന്നതായി ഞാൻ അറിഞ്ഞു. അവർ ഫിലിപ്പൈൻസുകാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. ഉദ്ദേശം 30 വയസ്സിൽ താഴെ പ്രായമുള്ള കുറേ യുവതികൾ. അവരെല്ലാം നഗ്നരായിരുന്നു. വളരെ അസ്വസ്ഥതയോടെ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. കഴിഞ്ഞ അനേകം വർഷങ്ങളായി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അടുത്ത് വരാൻ ഈ നഗ്നരൂപങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? ഇത് വെറുമൊരു സ്വപ്നമല്ലെന്നും ഞാൻ കണ്ടത് ആത്മാക്കളെയാണെന്നും കഴിഞ്ഞകാല അനുഭവങ്ങളാൽ ഞാൻ മനസ്സിലാക്കി. എന്തായാലും ആ രാത്രി തന്നെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പാപത്തിൽ ജീവിച്ച് മരിച്ചുപോയ അവർ ശരീരത്തിൽ മരിച്ചെങ്കിലും ആത്മാവിൽ മരിച്ചിട്ടില്ലെന്നും അവർ സാത്താൻ്റെ അടിമത്തത്തിലാണെന്നും എനിക്കറിയാമായിരുന്നു. സാത്താൻ്റെ അടിമകളായി അവൻ്റെ സ്വാധീനത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ ഇവർ സ്വാധീനിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന അനേകം സംഭവങ്ങൾ മറ്റു പല ആത്മാക്കളിലൂടെ സംഭവിച്ചത് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് പ്രത്യേകിച്ച് വ്യഭിചാരം, മദ്യപാനം, മറ്റ് ലൈംഗിക വൈകൃതങ്ങൾ തുടങ്ങിയ പാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ച് പാപാവസ്ഥകളിൽ മരിക്കുന്ന ആത്മാക്കളെ സാത്താൻ ഉപയോഗിക്കുന്നു. ഇവരെ കൊണ്ട് ജീവിക്കുന്നവരെ സ്വാധീനിക്കുന്നു. ഇക്കാലയളവിൽ അനേകം സ്ത്രീകളും യുവതികളും ഭയത്തോടും നിരാശയോടും കൂടി പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പല രാത്രികളിലും ആരോ കൂട്ടത്തിൽ ശയിക്കുന്നു, ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു. അവിവാഹിതരായ അനേകം യുവതികൾ ഈ പ്രശ്നം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. 2001 ദുബായിൽ വെച്ചുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുവല്ലോ. പിന്നീട് അക്കാര്യം ഞാൻ മറന്നുപോയിരുന്നു. എന്നാൽ 2003 ഫെബ്രുവരി മാസത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. അശുദ്ധാത്മാക്കളെ ഒരു വ്യക്തിയിൽ നിന്നും ബഹിഷ്കരിക്കുവാനുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ അശുദ്ധാത്മാക്കളോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഫിലിപ്പൈൻസുകാരായ യുവജനങ്ങളാണ്. ഞങ്ങൾ കുറേ പേരുണ്ട്. അവരെ യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും യേശുവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചു. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുകയും യേശുക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുകയും ചെയ്യും എന്ന വചനം ഇവിടെ മാംസം ധരിക്കുകയായിരുന്നു. ആവസിച്ച വ്യക്തിയിൽ നിന്നും അവരെ മോചിപ്പിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് വിടാൻ തുടങ്ങുമ്പോൾ ഇവർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ താങ്കളെ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായി. ഞാൻ ചോദിച്ചു, എവിടെ വെച്ച് എന്നെ കണ്ടു? വേറൊരു രാജ്യത്ത് വെച്ച്.
എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറയുന്നു, പ്രാർത്ഥിക്കാനായി അറബി നാട്ടിൽ വന്നപ്പോൾ രാത്രിയിൽ നിങ്ങളുടെ അടുത്ത് വന്നത് ഞാനും കൂട്ടുകാരുമായിരുന്നു. എനിക്കൊരു ഷോക്കായിരുന്നു അത്. അവർ തുടർന്നു, അന്ന് നിങ്ങൾ ഞങ്ങളെ ബന്ധിച്ചില്ലേ? ഇപ്പോൾ സ്ത്രീയായ കന്യകാമറിയം ഞങ്ങളെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നതാണ്, നിങ്ങൾക്ക് രക്ഷ തരാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 10,000 എല്ലാം യുവജനങ്ങളാണ്. കത്തോലിക്കരും മറ്റു ജാതിക്കാരുമായ ഞങ്ങൾ വ്യഭിചാരവും മറ്റു പാപങ്ങളുമായി ജീവിച്ചവരാണ്. സത്യം പറയട്ടെ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷം കൊണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യമോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആത്മാക്കളെ മോചിപ്പിച്ച് യേശുവിന് സമർപ്പിച്ചു. അവർ വിട്ടുപോയി. ഇനിയൊരിക്കലും അവർക്ക് ഈ ഭൂമിയിലോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലോ സ്വാധീനം ചെലുത്തുവാൻ സാധ്യമല്ല. ഈ തരത്തിലുള്ള അനേകം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജാതി മതക്കാർ മാത്രമല്ല, ബൈബിളിലെ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പല തലമുറകളും കടന്നു വന്ന് കർത്താവായ യേശുവിനെ സ്വീകരിച്ചു. ലോകത്തിന് മുമ്പിൽ ഇത് അസാധ്യമായ കാര്യമാകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. ആത്മാക്കളെ ഞങ്ങൾ മോചിപ്പിക്കുന്നത് കൊണ്ട് ഇത് സ്പിരിറ്റിസമാണെന്ന് പുച്ഛിക്കുന്നവർ അറിഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തിൽ പരിശുദ്ധിയിലും വിശുദ്ധിയിലും പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനകളിലുമാണ് ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധ കന്യകാമറിയം വഴി ആത്മാക്കളുടെ മോചനം നടക്കുന്നു. രക്ഷയ്ക്കായി വരുന്ന എല്ലാ ആത്മാക്കളും പറയുന്നു, ഒരു സ്ത്രീയാണ് ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നത്. തലയിൽ കിരീടം വെച്ച വെള്ളവസ്ത്രമണിഞ്ഞ കയ്യിൽ ഉരുട്ടുന്ന മാല പിടിച്ച സ്ത്രീ. അവളുടെ കൂട്ടത്തിൽ തിളങ്ങുന്ന വാളുമായി ഒരു മാലാഖയുമുണ്ട്. തങ്ങളെ അവർ പിടിച്ചുകൊണ്ടുവരികയാണ്. ഇത് ടോം സക്കറിയ ഇതാ നിൻ്റെ അമ്മ, ഏപ്രിൽ 2003 പേജ് 26, 29 ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വർഗത്തിൽ രാജ്ഞിയുണ്ടോ എന്നും സ്വർഗത്തിൽ സ്ത്രീരൂപങ്ങളുണ്ടോ എന്നും ഒക്കെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. കൊന്തയൊക്കെ എന്നാണ് ഉണ്ടായത്? അതൊക്കെ ബൈബിൾ പരമായിട്ട് ശരിയാണോ? സ്വർഗത്തിൽ എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരുഷരൂപമാണ് സ്വർഗത്തിൽ എല്ലാവർക്കും, അവിടെ സ്ത്രീ രൂപത്തിലില്ല. രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ സ്ത്രീകളാണെങ്കിലും പുരുഷരാണെങ്കിലും ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവമക്കൾ, ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ഊഹമനുസരിച്ച് യേശുവിൻ്റെ അമ്മയായ മറിയത്തെ സ്വർഗീയ രാജ്ഞിയായും ദൈവമാതാവായും എല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവവചനത്തിൽ പറയാത്ത കാര്യങ്ങളെ നമ്മൾ ഊഹിച്ച് പ്രമാണങ്ങളുണ്ടാക്കി ആചരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് തെറ്റുകളിലേക്ക് നാം വഴുതിപ്പോകുവാനുള്ള സാധ്യതകളെ തള്ളിക്കളയാതിരിക്കുന്നതായിരിക്കും ഉചിതം എന്നൊരു കാര്യം ഓർപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും വചനപരമായി യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് മാത്രവുമല്ല, ദൈവവചന വിരുദ്ധവുമാണ്. ഇതിനെപ്പറ്റി 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 16 മുതൽ 18 വരെ അധ്യായങ്ങളിലും അന്ത്യകാലത്ത് ലോകം മുഴുവനും സാത്താൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ചിന്തിക്കാത്ത, ദൈവവചനത്തിൽ ആഴമായി ചിന്തിച്ച് വിശ്വസിക്കാത്ത ആളുകളെ തെറ്റിച്ചു കളയുന്ന രീതിയിലായിരിക്കും സാത്താൻ്റെ പ്രവർത്തനം. അവൻ വെളിച്ച ദൂതൻ്റെ രൂപത്തിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ വലിയ ആത്മീയക്കാരനായിട്ട് വന്ന് ആത്മീയതയിൽ താല്പര്യമുള്ള ആളുകളെ തന്നെ വഞ്ചിച്ചു കളയും എന്ന് വളരെ വ്യക്തമായിട്ടാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ പ്രവർത്തന പദ്ധതികൾ ജനങ്ങളെല്ലാം വഴിതെറ്റിക്കത്തക്ക വിധം വഞ്ചനാപരമായിരിക്കും. അനേകർ അറിഞ്ഞും അറിയാതെയും സാത്താനെ ആരാധിക്കുന്നവരായി മാറുന്ന, അല്ലെങ്കിൽ സാത്താൻ മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ പലരും സാത്താൻ്റെ ഇത്തരം തന്ത്രങ്ങൾക്ക് അധീനരായി പോയിട്ട് വലിയ ആത്മീയരാണെന്ന വ്യാജേന അവരുടെ ആത്മീയ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ആത്മീയമായ വിവേചനത്തോടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, മരിച്ചവരുമായി ബന്ധപ്പെടുന്നവർ യഥാർത്ഥത്തിൽ പിശാചുക്കളുമായാണ് ബന്ധപ്പെടുന്നത്.
നമുക്ക് ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട ദൈവപ്രതിമയായ ക്രിസ്തുവായി നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ട് അവൻ മനുഷ്യർക്കും ദൈവത്തിനും മധ്യയുള്ള ഏക മധ്യസ്ഥനാണെന്ന് പറഞ്ഞ് വചനം നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ അനാവശ്യമായ ആത്മീയ പ്രവൃത്തികൾക്ക്, ആചാരങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? ആവശ്യമില്ലാത്ത ഒരു പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്തതും വചനത്തിൽ നിരോധിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നവരെയാണ് സാത്താൻ പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ മധ്യവർത്തികൾ, അതായത് മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും നാം വിചാരിക്കുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ അവർ ബന്ധപ്പെടുന്നത് ആത്മമണ്ഡലങ്ങളിലുള്ള ദുഷ്ടാത്മസേനകളുമായിട്ടാണ്. അത് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലും യേശയ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലും 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലും നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മെ വഞ്ചിക്കുവാനായി വ്യാപരിക്കുന്ന ആത്മമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനകളുമായിട്ടാണ് ഇത്തരം മരിച്ച ആത്മാക്കളുമായി ബന്ധപ്പെടുന്നത്. അല്ലാതെ സാത്താൻ എന്നോട് ബന്ധപ്പെട്ടോളാനും പറഞ്ഞ് 2 കൊമ്പും വാലുമായിട്ട് വന്ന് ആരും ബന്ധപ്പെടാൻ പോകത്തില്ല. അപ്പോൾ മനുഷ്യരെ വഞ്ചിക്കാൻ, വീഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാർഗരേഖകളുമായിട്ടാണ് സാത്താൻ മനുഷ്യരെ സമീപിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ബൈബിൾ പ്രകാരം മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുവാൻ ജീവിച്ചിരിക്കുന്നവർക്ക് സാധ്യമല്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതിനാൽ മരിച്ചവരുടെ ആത്മാക്കൾ തിരിച്ചു വരുന്ന രീതികളിലുള്ള എല്ലാ വിശ്വാസങ്ങളും പുനർജനന തത്വങ്ങളും അനുഭവങ്ങളുമെല്ലാം ബൈബിൾ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. അതിനാൽ അത്തരം തത്വങ്ങൾ സാത്താൻ തൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും എന്നുള്ളതിൽ സംശയമില്ല. പലപ്പോഴും ആത്മഹത്യ പോലെയുള്ള ദുർമരണം സംഭവിച്ചവരുടെ ആത്മാക്കളെ ജീവിച്ചിരിക്കുന്ന ചിലർ കാണുന്നതായും അവ ചിലരിലേക്ക് പ്രവേശിക്കുന്നതായും കേൾക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾക്ക് തിരിച്ചു വരുവാൻ കഴിയില്ല. ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതായി പറയപ്പെടുന്ന ആത്മാവ് മരിച്ച വ്യക്തിയിൽ ആവസിച്ചിരുന്നതും അയാളെ അപകടപ്പെടുത്തിയതുമായ, ആത്മഹത്യക്ക് അയാളെ പ്രേരിപ്പിച്ച് അയാളെ നശിപ്പിച്ച ആ ദുരാത്മാവാണ്. അയാളെ അങ്ങനെ ആത്മഹത്യയിലൂടെ കൊന്നതിന് ശേഷം ആ ദുരാത്മാവ് വീണ്ടും ആ കൊന്ന വ്യക്തിയെപ്പോലെ പ്രത്യക്ഷമായി അത് കാണുന്ന ആളുകളെ വഞ്ചിച്ച് വശീകരിക്കുന്ന ഒരു ആത്മീയ ഗൂഢതന്ത്രമാണ്, വഞ്ചനയാണ് അവിടെ നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അയാളെ നശിപ്പിച്ച ആ ദുരാത്മാവ് ഇനി മറ്റാരിലെങ്കിലും പ്രവേശിക്കാനും നശിപ്പിക്കാനുമായി തക്കം നോക്കി നടക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ മരിച്ച ആളുകളുടെ ആത്മാവാണ് എന്ന് ജനങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ അയാളുടെ അതേ സ്വഭാവവും ശബ്ദവും രൂപവും ചരിത്രവും അയാൾ ചെയ്ത കാര്യങ്ങളും ഡേറ്റും സമയവും ഒക്കെ പറഞ്ഞ് അഭിനയിച്ചൊന്നും വരും. അതിനാൽ നാം ജാഗ്രതയോടെ ഇരിക്കുക. ആത്മീയ സത്യങ്ങളെപ്പറ്റി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാനും പഠിക്കാനും ജാഗ്രതയുള്ളവരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം, പരിശ്രമിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടും. മരിച്ചവരുമായി ബന്ധപ്പെടുന്നവർ മനുഷ്യരോടല്ല, സാത്താനീയ ശക്തികളോടാണ് ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവരവർക്ക് നന്ന്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവരോട് ബന്ധപ്പെടുന്നതിനെ, ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നതിനെ, അതിനെയെല്ലാം ബൈബിൾ ശക്തമായി എതിർക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മരിച്ചുപോയവരോട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളെയും ബൈബിളിൽ വളരെ നിശ്ചിതമായി അപലപിക്കുകയും കർശനമായി നിരോധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിൽ യാതൊരു ബന്ധവും സാധ്യമല്ല എന്ന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ്.
ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുന്നവർക്കത് മനസ്സിലാകും. ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്നും ഛേദിച്ചു കളയുകയും ചെയ്യും എന്ന് ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകളെല്ലാം അന്നേ ഉണ്ടായിരുന്നു. നിയമാവർത്തന പുസ്തകകാലത്ത്, മോശ എഴുതിയ കാലത്ത്. അപ്പോൾ ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇത്തരം തെറ്റായ കാര്യങ്ങൾ, ആത്മീയ ആചാരങ്ങൾ, ദൈവത്തെ മറന്ന് സാത്താൻ്റേതായ ആരാധനാ രീതികൾ, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അവർ ചെയ്ത് ദൈവത്തെ നിഷേധിച്ചതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ആ മേഖലകളിൽ ഉണ്ടായിരുന്ന ആളുകളെ അവിടെ നിന്നും പുറത്താക്കി ഇസ്രായേലിനെ അവിടെ പാർപ്പിക്കുവാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. അപ്പോൾ കുറ്റമറ്റ ആത്മീയതയോടുകൂടി വളരെ ലളിതമായ, കുറ്റമറ്റ, ദൈവസന്നിധിയിൽ നിർമ്മലമായ ദൈവ ആരാധന മാത്രമായിരിക്കണം. ക്രിസ്തുവിനെ ആരാധിക്കുന്നത് മാത്രമായിരിക്കണം നമ്മുടെ ആത്മീയ രീതി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം നാം വായിക്കണം. അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവനെന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല എന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? തങ്ങളുടെ വിശുദ്ധന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ, പ്രാർത്ഥിക്കുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. ദൈവം നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്ന് പ്രബോധനം സ്വീകരിച്ച് അനുസരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം കർശനമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മരിച്ചവരുമായി ആശയവിനിമയം നടത്തുന്നതിലുള്ള അപകടത്തിന് ഉദാഹരണമായി ഒരു അനുഭവ സാക്ഷ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് ജോർജ് മാത്യു തുമ്പമൺ 28/8/1977 പരിശുദ്ധ പരുമല തിരുമേനി എന്നുള്ള ആ പുസ്തകത്തിൽ ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ ദേവലോകം കോട്ടയം 2001 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. പേജ് 71 മുതൽ 73 വരെയുള്ള ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ പിതാമഹൻ രജിസ്ട്രാറായിരുന്നു. റിട്ടയർ ചെയ്ത പരേതനായ KM ജോർജ് തുമ്പമൺ തൈയിൽ നിന്നും പേട്ടയിലേക്ക് താമസം മാറ്റി പ്രതാപത്തോടെ കഴിഞ്ഞു വന്ന കാലം. അദ്ദേഹത്തിന് 6 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. മൂത്ത മകനായ ജോർജ് മാത്യു മാത്തുക്കുട്ടി, അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുത്രനാണ് ഞാൻ. ഒരിക്കൽ എൻ്റെ പിതാവ് പ്ലാഞ്ചറ്റ് എന്നൊരു സാധനം വീട്ടിൽ കൊണ്ടുവന്നു. ഈ ഉപകരണം പുറകുവശത്ത് 2 വിരലുകൾ ഘടിപ്പിച്ചതും മുൻവശത്ത് ഒരു പെൻസിൽ തിരികെ കയറ്റാൻ പറ്റുന്ന ഒരു ദ്വാരവും ഉള്ളതായിരുന്നു. എൻ്റെ പിതാവും പിതൃ സഹോദരങ്ങളും മറ്റ് കാണുന്നവരെല്ലാവരും
ഈ ഉപകരണത്തിൻ്റെ അത്ഭുത പ്രവർത്തനം കണ്ട് വിസ്മയഭരിതരാകുമായിരുന്നു. അന്ന് വെറും 14 വയസ്സുള്ള എൻ്റെ പിതൃ സഹോദരനും 12 വയസ്സുള്ള ഞാനും കൂടി ഈ ഉപകരണത്തിൻ്റെ അടിയിൽ കടലാസും ഒന്നിൻ്റെ പുറത്ത് ഒന്നായി ഞങ്ങളുടെ വലത്തു കൈപ്പത്തികളും വച്ച് വരട്ടെ എന്ന് പിതാവോ പിതൃ സഹോദരങ്ങളിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ ഉടൻ തന്നെ ഈ ഉപകരണം വന്നു എന്നെഴുതും. മരിച്ചുപോയ ആരുടെയെങ്കിലും പേർ പറഞ്ഞാൽ മതി, ഉടൻ തന്നെ ആളിൻ്റെ ആത്മാവ് വന്നു എന്ന് എഴുതുവാൻ തുടങ്ങും. ഇങ്ങനെ എല്ലാ ദിവസവും ഏതെങ്കിലും മരിച്ചുപോയവരുടെ ആത്മാക്കളെ വരുത്തി എഴുതിച്ച് രസിച്ചു വന്നു. എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും പേട്ടയിൽ സുലഭമായിരുന്നതുകൊണ്ട് അതിനോടുകൂടി ഉണ്ടായിരുന്ന അഹങ്കാരം, പള്ളിയിൽ ആരാധനയ്ക്ക് പോകാതിരിക്കുക, ദൈവമില്ലായ്മ, പ്രാർത്ഥനയില്ലായ്മ എന്നു വേണ്ട സർവ്വ ദുർഗുണങ്ങളുടെയും അഴിഞ്ഞാട്ടമായിരുന്നു ആ വീട്ടിൽ. ഒരു ദിവസം എൻ്റെ പിതാവും പിതൃ സഹോദരങ്ങളും പരുമല തിരുമേനിയെ ഒന്ന് വരുത്തിക്കളയാം എന്ന് തീരുമാനിച്ചു. തിരുമേനിയെ വരുത്തി തിരുമേനി വന്ന് എഴുതിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൂപ്പ് കൈയോടെ സ്വീകരിച്ചു. തിരുമേനി ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു. തിരുമേനി മറുപടി എഴുതിയത് മുള്ളിന്മേൽ ഉദയ്ക്കരുത് എന്നായിരുന്നു. അതോടുകൂടി തിരുമേനിക്ക് തിരികെ എഴുന്നള്ളാം എന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തുകയും ചെയ്തു. ഐശ്വര്യസമ്പന്നമായ ഞങ്ങളുടെ കുടുംബത്തിൽ പിന്നീടുണ്ടായ കഷ്ടനഷ്ടങ്ങൾ ഭയങ്കരമായിരുന്നു. സഹോദരങ്ങൾ തമ്മിൽ വളരെ ശത്രുതയിലാവുകയും അവസാനം കത്തിക്കുത്തുവരെ വീട്ടിലുണ്ടാവുകയും ചെയ്തു. പ്രമുഖനായ പിതൃ സഹോദരൻ ട്രാവൻകൂർ ഗവൺമെൻറ്റിൽ എൻറ്റമോളജിസ്റ്റായി ജോലി ചെയ്തിരുന്ന ആളും കോട്ടയം അഞ്ചേരിൽ നിന്ന് വിവാഹം ചെയ്തിരുന്ന ആളുമായ GT ജോർജ് 33-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. സഹോദരന്മാർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഉള്ളതും ഇല്ലാത്തതുമായ ചിട്ടി ഇടപാടുകളുടെ കൂനാക്കുരുക്കിൽപ്പെട്ട് ഏകദേശം 70 ഏക്കർ ഭൂസ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. ഒരു പിതാമഹിക്ക് ഒഴികെ മറ്റെല്ലാവർക്കും തുമ്പമൺ വിട്ട് പല നാടുകളിലും പോയി ജീവിക്കേണ്ട ഗതികേടുമുണ്ടായി. എന്തൊക്കെയായിട്ടും കഴിഞ്ഞകാല പ്രതാപം വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഇദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ബൈബിൾ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷ്യക്കാരൻ തൻ്റെ അനുഭവത്തെ വിലയിരുത്തിയിരുന്നെങ്കിൽ തങ്ങൾ പരുമല തിരുമേനിയെ വിളിച്ചപ്പോൾ വന്നത് യഥാർത്ഥ പരുമല തിരുമേനിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കാരണം മരിച്ചവർക്ക് തിരിച്ചു വന്ന് ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ വിഷയം നമുക്ക് അടുത്ത ഒരു പഠന ഭാഗത്തിൽ കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കാം.